പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. പെരുന്തുരുത്തിക്കളത്തിന് സമീപത്ത് വെച്ച് പുലിയെ കണ്ടെന്ന് പ്രദേശവാസി റിപ്പോർട്ടിനോട് പറഞ്ഞു. ദൌത്യസംഘം പ്രദേശത്ത് പരിശോധന നടത്തി. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലി എത്തിയിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനാൽ കടുത്ത ആശങ്കയിലെന്ന് നാട്ടുകാർ. ഇന്നലെ രാത്രി 9 മണിയോടെ പെരുന്തുരുത്തിക്കളത്തിന് സമീപത്ത് വെച്ചാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. പ്രദേശവാസിയായ രമേശ് വീടിന് പുറത്ത് ശബ്ദം കേട്ട് പരിശോധിച്ചപ്പോഴാണ് പുലി ശ്രദ്ധയിൽപ്പെട്ടത്. ജസ്റ്റ് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. ജസ്റ്റ് മതിൽ ചോട്ടിലേക്ക് വരുമ്പോഴേക്കും സംഭവം ഇവിടുന്ന് പുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ട ഉടനെ സംഭവം അങ്ങനെ പതുങ്ങിയും അതങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ കാട്ടിലേക്ക് തന്നെ കയറുകയും ചെയ്തു പുറകുവശത്തേക്ക്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയെത്തുന്നതിൽ കടുത്ത ഭീതിയിലാണ് ധോണിയിലെ നാട്ടുകാർ. പുലിയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറാവാത്തതിൽ ആശങ്കയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ ഈ പുലിയായതുകൊണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലും യാദൃച്ഛികമായി മുന്നിൽപ്പെട്ടാൽ വലിയൊരു അപകടമാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാതിരിക്കാൻ, ആനയായാലും പുലിയായാലും ഏത് മൃഗങ്ങളായാലും ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി വേണ്ട കരുതൽ ഫോറസ്റ്റ് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ധോണി മൂലംപാടം സ്വദേശി ഷംസുവിന്റെ വളർത്തുനായയെ പുലി കൊന്നിരുന്നു. അന്ന് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മൂലപ്പാടത്തു നിന്നും 1 കിലോമീറ്റർ മാറി പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് വിവാദമായിരുന്നു. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പുലിയെ പിടികൂടാൻ വനംവകുപ്പ് ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, പാലക്കാട്.